الحمد لله على توفيقه وإحسانه والصلاة والسلام على رسوله وعبده والداعي إلى رضوانه وعلى آله وأصحابه وإخوانه وبعد. സഹോദരന്മാരെ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ ഷർത്തുകളാണ് മനസ്സിലാക്കുന്നത്. അതിൽ അൽ ഇൽം എന്നത് അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ താല്പര്യം മനസ്സിലാക്കി. അതേപോലെ അൽ യഖീൻ എന്ന ഷർത്തും അതിൻ്റെ തേട്ടവും തെളിവുകളും മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ ഷർത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ഇഖ്ലാസ് ആണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായത്, നിഷ്കപടമായത്, തെളിഞ്ഞത് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സംശുദ്ധമായത്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. സൂറത്തുൽ ഇഖ്ലാസ് ഏതാ സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. എന്തിനാ സൂറത്തുൽ ഇഖ്ലാസിന് അൽ ഇഖ്ലാസ് എന്ന് പേരിട്ട്? സൂറത്തുൽ ഇഖ്ലാസ് അത് അള്ളാഹിനെ കുറിച്ച് പറയാൻ മാത്രം, മറ്റൊരു വിഷയമില്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയാനാണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു ആര് എന്ന് പറയാനാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല, പരലോക വിഷയങ്ങളില്ല, വിധി വിലക്കുകളില്ല, അതൊന്നുമില്ല. അതിലെന്തേ ഉള്ളൂ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് അള്ളാഹു അവൻ്റെ വിശേഷണങ്ങൾ എണ്ണാൻ മാത്രമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേരിട്ടത്. മനസ്സിലായില്ലേ? അതിൽ മറ്റൊരു വിഷയമല്ല, അള്ളാഹ്ക്ക് പ്രത്യേകമായത്, അള്ളാഹ്ക്ക് മാത്രമായത് എന്നുള്ള ഒരു താല്പര്യം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് അൽ ഇഖ്ലാസുൽ മുനാഫി ലിന്നിഫാഖ്, കാപട്യത്തെ നിരാകരിക്കും വിധമുള്ള ഇഖ്ലാസ്. അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന ഒരാൾക്ക് എന്തുണ്ടാകാൻ പാടില്ല? നിഫാഖ് ഉണ്ടാകാൻ പാടില്ല. കാപട്യം കലരാൻ പാടില്ല അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിൽ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ജാബിർ റളിയല്ലാഹു അൻഹു സന്ദർശകനാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹു കിടക്കുമ്പോൾ അദ്ദേഹം പിന്നെ മൂന്തായത്ത് നിന്ന് ഇങ്ങനെ വിരി മാറ്റാൻ പറഞ്ഞു. മുകളിൽ നിന്ന് വിരി മാറ്റാൻ പറഞ്ഞു. ഖുബയുടെ മുകളിൽ നിന്ന് വിരി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. എന്താ പറഞ്ഞത്? മരിക്കണ നേരത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എങ്ങനെ? മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ നിന്ന് ഇഖ്ലാസോടുകൂടി, എങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നോക്കി നിങ്ങൾ, ഈ ഒരു മാനദണ്ഡം അവിടെ പറയാണ്. എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്? അത് മുഖ്ലിസൻ മിൻ ഖൽബിഹി എന്നാണ്. ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി പറയണമെന്നാണ്. അപ്പൊ എന്തുണ്ടാകാൻ പാടുള്ളതല്ല? കളങ്കം ഉണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടുള്ളതല്ല, ജാട ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ തെളിമയും ശുദ്ധിയും വേണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു മുഖ്ലിസൻ മിൻ ഖൽബിഹി എന്ന് പറഞ്ഞതിൽ നിന്ന് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലല്ല, പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിന് ഇഖ്ലാസ് എന്നുള്ളൊരു ഷർത്തുണ്ട്. അതോടുകൂടി പറയുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുക. ഇത് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നു. ഇതേപോലെ മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളുടെ ഷഫാഅത്ത് ഉണ്ട്, അത് ലഭിക്കുന്ന സൗഭാഗ്യവാൻ ആരാണ്? അന്ത്യനാളിൽ ഷഫാഅത്ത് ഉണ്ട് അല്ലേ? അന്ത്യനാളിൽ ഷഫാഅത്ത് ഉണ്ട്. ആളുകൾ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിചാരണക്കെടുക്കാനുള്ള ഒരു പൊതു ഷഫാഅത്ത് ഉണ്ട്. അതേപോലെ തന്നെ വിചാരണക്കെടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് നടത്തുന്ന വേദിയിൽ അവിടെയും ഷഫാഅത്ത് ഉണ്ട്. ഷഫാഅത്ത് പലതും ഉണ്ട്. നരകത്തിൽ പലരെയും ശിക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഷഫാഅത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്ത് പറയാൻ അള്ളാഹു അനുവാദം നൽകും.
ഷഫായത്ത് പറയേണ്ടവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് നിശ്ചയിച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫായത്ത് പറയും. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഷഫായത്ത് പലർക്കും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ ഷഫായത്ത് ഉള്ളതായിരിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പോൾ അബൂ ഹുറൈറയുടെ ചോദ്യം, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, റസൂലേ നിങ്ങൾക്ക് അന്ത്യനാളിൽ ഷഫായത്ത് ഉണ്ടല്ലോ, ആ ഷഫായത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാൻ സഈദ് ആരാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് പറയാണ്, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. വേറെ റിപ്പോർട്ടിൽ ഖാലിസതൻ മിൻ ഖൽബിഹി. എന്താ പറഞ്ഞത്? അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാൻ, സൗഭാഗ്യവാൻ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. നിർത്തിയോ? നിർത്തിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് പറഞ്ഞത് നിർത്തിയോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനും അല്ല. പിന്നെന്താ പറഞ്ഞത്? ഖാലിസൻ മിൻ ഖൽബിഹി, തൻ്റെ കൽബിൽ നിന്ന് നിഷ്കപടമായി, നിഷ്കളങ്കമായി, സംശുദ്ധനായി. വേറെ റിപ്പോർട്ടിൽ ഖാലിസതൻ മിൻ ഖൽബിഹി എന്നാണ്. അപ്പോൾ കൽബിൽ നിന്ന് സംശുദ്ധമാർന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു തിരുമൊഴിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ എന്ത് വേണം? നമുക്കൊരു നിഷ്കളങ്കത വേണം. നമ്മളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ചളി കെട്ടാൻ പാടില്ല എന്നർത്ഥം, കാപ്പട്യം പാടില്ല എന്നർത്ഥം. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലേ? അറിയാം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ആരാ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആരാ? മുനാഫിക്കീങ്ങളുടെ റഈസാണ്, നേതാവാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തല്ല, ഖാലിസൻ മിൻ ഖൽബിഹി അല്ല. എന്നിട്ട് ആദ്യം തന്നെ മുസൈലിമ പറയുന്ന എന്താ? മുഹമ്മദെ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മരിച്ചതിന് ശേഷം എന്നെ ഏൽപ്പിക്കണം എന്നാ, ഏൽപ്പിക്കണം എന്നാ. അപ്പൊ തന്നെ എന്തില്ല, ആത്മാർത്ഥതയല്ല, നിഫാക്കോട് കൂടിയ. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാകും, മൂപ്പര് ഇസ്ലാം സ്വീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അന്ന് മുതൽ മൂപ്പരുടെ മനസ്സിൽ ചൊറിയ. എന്താ ചൊറി? മൂപ്പര് ഒരു കിരീടമായിട്ട് ഇരിക്കുകയാണ് മദീനത്ത്, തലയിൽ ചൂടാൻ വേണ്ടിയിട്ട്. അത് മൂപ്പരെ തലയിൽ കയറ്റി വെക്കണതിൻ്റെ മുമ്പാണ് ആരുടെ ആഗമനം ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം ഉണ്ടായത്. അതുകൊണ്ട് മൂപ്പർക്ക് എപ്പോഴും ആ നഷ്ടപ്പെട്ട കുർസിയെക്കുറിച്ചുള്ള ചിന്തയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കല്ലാതെ അയാൾക്ക് നിർവാഹമല്ല. കാരണം എന്താ? അയാളെ സമ്മതിക്കണ ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടി തലഅ സബാഹു വഅത്ഫ അൽ ഖിൻദീല, പ്രഭാതം പുലർന്നു. പിന്നെ വിളക്കിന് പ്രസക്തി ഉണ്ടോ? വിളക്കിന് പ്രസക്തിയില്ല. വിളക്കുമല്ല സാധനം, മനസ്സിലായില്ലേ? തീർത്തും നിഷ്പ്രഭായി. അപ്പം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിലും റസൂലുള്ളാഹിനോടുള്ള ശത്രുത നിലനിർത്തിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിദ്വേഷം നിലനിർത്തിയാണ്, പകപോക്കാനാണ്. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷ്കളങ്കല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ നിഷ്കളങ്കല്ല, കാപട്യത്തോടു കൂടിയാണ്, കളങ്കമായിക്കൊണ്ടാണ്. ചളി കെട്ടി ഒരു തലച്ചോറിലേറ്റ് അതായിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂപ്പര് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ കുറേ ഉണ്ട്, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇവിടെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആർക്കാ ഉപകരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുക ഖാലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവനാണ്. അവർക്ക് അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഷഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാർ അവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇത്ബാൻ ഇബ്നു മാലിക്, ഇത്ബാനിൽ നിന്നുള്ള ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇത്ബാൻ പറയാണ്, ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ഇന്നല്ലാഹ ഹറമ അലന്നാർ, അള്ളാഹു നരകത്തീനെ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആരെ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോനെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിർത്തിയില്ല. പിന്നെയോ ഇനി ഹദീസിനൊരു ബാക്കി ഭാഗമുണ്ട്. അതെന്താ? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് അയാൾ ആഗ്രഹിക്കണം, കാക്ഷിക്കണം വജ്ഹല്ലാഹ്, അള്ളാഹിൻ്റെ വജ്ഹിനെ,
അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹിൻ്റെ പൊരുത്തം, അത് കാക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നാണ്. അപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഇഖ്ലാസാണ്. ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉള്ളവർക്കാണ് അള്ളാഹിൻ്റെ വജഹ് കാക്ഷിക്കാൻ പറ്റുക. ഇഖ്ലാസ് ഇല്ലാത്തവന് കാക്ഷിക്കൽ ദുനിയാവാണ്. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലൊക്കെ കാക്ഷിച്ചത്. അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിദ്വേഷം അതെങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകടപ്പെടുത്താം, കെണിയിൽ വീഴ്ത്താം, ഇതാണ് അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലുണ്ടായിരുന്ന അവൻ്റെ ഖൽബിലുണ്ടായിരുന്നത്. അപ്പോ അള്ളാഹു നരകത്തീനെ ഹറാമാക്കുന്നവർ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. പക്ഷെ എന്ത് വേണം? യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആയിരിക്കണം ആ പ്രഖ്യാപനത്തിൽ അയാൾ കാക്ഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോട് കൂടിയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത് എന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി ഔ യഖീനൻ മിൻ ഖൽബിഹി ലം യദ്ഖുലിൻ നാർ. എന്താ മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സാക്ഷ്യം വഹിച്ചാൽ, എങ്ങനെ? മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ നിന്ന് ആത്മാർത്ഥതയുള്ളവനായി, ഇഖ്ലാസ് ഉള്ളവനായി. യഖീനൻ മിൻ ഖൽബിഹി, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഔ യഖീനൻ മിൻ ഖൽബിഹി, അത് നമ്മളെ മുമ്പത്തെ ഷർത്ത്. തൻ്റെ ഖൽബിൽ ദൃഢവിശ്വാസമുള്ളവനായിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലം യദ്ഖുലിൻ നാർ, അവൻ നരകത്തിൽ പോകൂല എന്നാണ്. അവൻ നരകത്തിൽ പോകൂല എന്നാണ്. ഹദീസിന് മറ്റൊരു റിവായത്തിലുള്ളത് ദഖലൽ ജന്ന വലം തമുസ്സഹുൻ നാർ എന്നാണ്. ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകം അയാളെ തീണ്ടിയിട്ടുണ്ടാവില്ല എന്നാണ്. നരകം അയാളെ സ്പർശിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ സ്വർഗത്തിൽ പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നരകം തൊടാതെ സ്വർഗത്തിൽ പോകാൻ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ നിന്ന് ഇഖ്ലാസ് ഉള്ളവനായിട്ട്. അപ്പൊ നിഫാഖ് ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം, ജാട ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം, കൃത്രിമത്വം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. നിഷ്കളങ്കമായി നിഷ്കപടമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നാണ്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ തിരുമൊഴികളുടെ ഒക്കെ ഈ ശൈലി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മുഖ്ലിസൻ മിൻ ഖൽബിഹി ഖാലിസൻ മിൻ ഖൽബിഹി യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നാണ് പറയുന്നത്. അപ്പൊ കേവലം പറച്ചിൽ പോരാ, പിന്നെന്ത് വേണം? അതിൻ്റെ നിബന്ധനയോട് കൂടിയിട്ട് പറയണം എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്ന വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസ്. ഈ ഹദീസ് ഇമാം തുർമുദിയുടെ ഹദീസാണ്. ഇമാം അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇതിൻ്റെ പദപ്രയോഗങ്ങൾ അല്പം അപരിചിതമായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് തോന്നും, അതുകൊണ്ടാണ്. എന്താ പറഞ്ഞത്? റസൂലുള്ള പറയാണ്, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ ഹത്താ തുഫ്ദി ഇലൽ അർശി മജ്തനിബൽ കബായിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ ഖാല അബ്ദുൻ, ഒരു ദാസനും പറഞ്ഞിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനം. എങ്ങനെ? മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ നിന്ന് ഇഖ്ലാസ് ഉള്ളവനായി. അപ്പൊ ഖൽബിൽ നിന്ന് ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുവൻ എന്താ പറഞ്ഞത്? ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, അവന് വേണ്ടിയിട്ട് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ആകാശ കവാടങ്ങൾ ആ മനുഷ്യന് വേണ്ടിയിട്ട് തുറക്കപ്പെടും. ഹത്താ തുഫ്ദി ഇലൽ അർശ്, എന്താ അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർശിലേക്കാണ് ചെന്നെത്തുന്നതാണ്. അർശിലേക്ക് ചെന്നെത്തും. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും അവൻ ചൊല്ലിയത് അർശിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. മജ്തനബൽ കബായിർ, എപ്പോഴാണ് അവൻ ഈ മഹത്ത് എപ്പോഴാണ്? അവൻ വൻപാപങ്ങൾ വെടിയുന്ന കാലമത്രയാണ്. വൻപാപങ്ങൾ വെടിയുന്ന കാലമത്രയാണ്. അപ്പോൾ വൻപാപങ്ങൾ വെടിഞ്ഞ ഒരു മനുഷ്യൻ ഖൽബിൽ നിന്ന് ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും, അത് അർശിലേക്ക് ചെന്നെത്തുന്നതാണ്. ഉണ്ടോ? എന്തിനാ അർശിലേക്ക് ചെന്നെത്തുന്നത്? അള്ളാഹുവിങ്കൽ ഇവൻ അനുകൂല സാക്ഷ്യം വഹിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അർശിങ്കൽ സ്വീകരിക്കാനാണ്. മനസ്സിലായില്ലേ? ഏത്? ഇവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴാണ് അത് അവനക്ക് കിട്ടുക? അത് മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഖൽബിൽ നിന്ന് ഇഖ്ലാസോടുകൂടി പറഞ്ഞാലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഖൽബിലൊരു ചലനം ഉണ്ടാകണം. നമ്മളുടെ തൊണ്ട ഗദ്ഗതമായി അതരങ്ങൾ ചലിച്ചാൽ പോരാ, പിന്നെയോ ഖൽബിൽ ഒരു അനക്കം ഉണ്ടാകണം, ഖൽബിൽ ഒരു അറിവുണ്ടാകണം, ഖൽബിൽ
ഒരു തെളിഞ്ഞ ഒരു ബോധം ഉണ്ടാകണം. അത് നിഷ്കളങ്കമായി, നിഷ്കപടമായി, സംശയരഹിതമായി, ഉറപ്പോട് കൂടിയിട്ടായിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്, അത് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമുക്ക് ഉപകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവയിൽ പറഞ്ഞ ഒരു വചനം ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ഊന്നി മനസ്സിലാക്കേണ്ടതാണ്. എന്താ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്? വ അസ്ലുൽ ഇസ്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വ അസ്ലുൽ ഇസ്ലാം, എന്താ അസ്ലുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബേസ്മെന്റ്, അടിസ്ഥാനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹാണ് ഇസ്ലാമിന്റെ അസ്ൽ, അടിസ്ഥാനം. ഫമൻ ത്വലബ ബിഇബാദതിഹി അർരിയാഅ വസുംഅ ഫലം യുഹഖിഖ് ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫമൻ ത്വലബ ബിഇബാദതി, ഒരാൾ തൻ്റെ ഇബാദത്തിലൂടെ തേടുന്നത് അർരിയ, ലോകമാന്യതയാണ്, വസുംഅ, പ്രശസ്തിയാണ് എങ്കിൽ ഫലം യുഹഖിഖ് ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചിട്ടില്ല. അവനൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചവനാകാൻ റിയാ പാടില്ല, ലോകമാന്യത പാടില്ല, സുംഅത്ത്, കേളിയും പാടില്ല, പ്രശസ്തിയും പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കാൻ എന്താ വേണ്ടത്? ഇഖ്ലാസ് ആണ് വേണ്ടത്. അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇഖ്ലാസ് ഉള്ളവന് റിയാ ഉണ്ടാവില്ല, ഇഖ്ലാസ് ഉള്ളവന് സുംഅത്തും ഉണ്ടാവില്ല. അവൻ പ്രശസ്തിക്കും പേരെടുക്കാനും ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യൂല എന്നർത്ഥം. മനസ്സിലായ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിഫാഖിനെ നിരാകരിക്കും ഇതുള്ള ഇഖ്ലാസാണ്. നിഫാഖ് ആരുടെ ലക്ഷണ? കപട വിശ്വാസികളുടെ ലക്ഷണ. നിഫാഖിൽ നിന്നാണ് മുനാഫിഖ്. മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത് വൈദ കാമു ഇല സലാത്തി കാമു കുസാല യുറാഊൻ അന്നാസ്. മുനാഫിഖ് അങ്ങനെ നിസ്കരിക്കുക. വൈദ കാമു ഇല സല, അവർ നിസ്കാരത്തിന് കൈകെട്ടിയാൽ കാമു കുസാല എന്നാണ്, അലസന്മാരായിട്ട് നിൽക്കുന്നതാണ്, കൈകെട്ടും നിസ്കാരത്തിന്. യുറാഊൻ അന്നാസ്, അവർ ജനങ്ങളെ കാണിക്കുന്നതാണ്, ജനങ്ങളെ കാണിക്കും. ഞങ്ങൾ പള്ളിക്കൊക്കെ എത്തിയിട്ടുണ്ട്, ഞങ്ങളും മാപ്പിളാർ തന്നെയാണ് എന്നുള്ളത് മാലോകരോട് വിളിച്ചറിയിക്കാനാണ് ഇവർ പള്ളിക്കൊക്കെ വരുന്നത്, അള്ളാഹ്ക്ക് നിസ്കരിക്കാനല്ല. പിന്നെയോ അവരുടേത് കേവലം ലോകമാന്യതയാണ്. നിസ്കരിക്കാവുന്ന ഭാരിച്ച കാൽവെപ്പുകളാണ് അവരുടേത്, ഭാരിച്ച നിർത്താണ്. കാരണം എന്താ? അള്ളാഹ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്, ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു പ്രകടനം മാത്രമാണ്. എന്നിട്ട് യുറാഊൻ അന്നാസ്, ജനങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചപ്പോൾ എന്താ അവർക്ക് നഷ്ടപ്പെട്ടത്? ഇഖ്ലാസാണ്. എന്താണ് അവരിൽ കമ്മിയുള്ളത്? ഇഖ്ലാസാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഖ്ലാസ് വേണം. നിഫാക്കിനെ നിരാകരിക്കും വിധം, കാപ്പറ്റ്യത്തെ നിരാകരിക്കും വിധം. എപ്പോൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ. ഇവിടെ നമ്മൾ പണ്ഡിതന്മാർ ഇത്തരം തെളിവുകളെ മുന്നിൽ വെച്ചിട്ട് ഉണർത്തിയത് എന്താണ്? ഉണർത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന് ഇഖ്ലാസ് എന്നുള്ള ഷർത്ത് ഒക്കണം. എങ്ങനെ ഒക്കണം? നിഫാക്കിനെ നിരാകരിക്കുമെന്ന്, ഒട്ടും കാപട്യം ഉണ്ടാകാൻ പാടുന്നതല്ല, തീർത്തും നിഷ്കളങ്കവും നിഷ്കപടവുമായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുക. ഷഫാഅത്തിൽ, അതേപോലെ സ്വർഗപ്രവേശനത്തിന്, നരകത്തിൽ നിന്ന് വിട്ടകലാന്, നരകം കാണാതെ തൊടാതെ സ്വർഗത്തിൽ പോകാൻ, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കണമെങ്കിൽ എങ്ങനെ പറയണം എന്ന് പറഞ്ഞത്? ഖാലിസൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇഖ്ലാസോട് കൂടിയായിരിക്കണം പറയേണ്ടത് എന്നാണ്. ഇത് ഇഖ്ലാസ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മറ്റൊരു ഷർത്താണ്. ഇനി മറ്റു ചില ഷർത്തുകൾ അത് ഇൻഷാ അല്ലാഹ് മറ്റ് ഒരവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഏറെ ഗൗരവപ്പെട്ടിട്ടുള്ളതായ ചില മസലകളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ദീനാണ്. നോക്കൂ, നിങ്ങൾ എത്ര തിരുമൊഴികളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിഷയത്തിൽ നമ്മൾ കേട്ടത്. അറിവോട് കൂടി പറയണം, അതുപോലെ യഖീനോട് കൂടി പറയണം, ഇഖ്ലാസോട് കൂടി പറയണം. ഈ നിബന്ധനകളൊക്കെ കുറേ തിരുമൊഴികളുടെ വെളിച്ചത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഈ തിരുമൊഴികളെ മുഖവിലൊക്കെ എടുത്ത് ഈ നിബന്ധനകളെ മുസ്ലിമീങ്ങൾ പഠിച്ച് അത് പ്രാവർത്തികമായിട്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവഹിക്കുന്നവരാകണം എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാ മുസ്ലിമീങ്ങളും അനിവാര്യമായി മനസ്സിലാക്കേണ്ടത്. അതില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദാകുന്ന താക്കോല് കൊണ്ട് എങ്ങനെയാണ് സ്വർഗം തുറക്കാൻ ഒരു വിശ്വാസിക്ക്, ഒരു മുസൽമാന് അന്ത്യനാൾ സാധിക്കുക? അതോ മുസ്ലിമീങ്ങളോടുള്ള തികഞ്ഞ ഗുണകാംക്ഷ, മനുഷ്യരോടുള്ള തികഞ്ഞ ഗുണകാംക്ഷ, അതാണ്
തൗഹീദിനെ വിശകലനം ചെയ്ത വിശദീകരിച്ച പണ്ഡിതന്മാർ ഇത്തരം പ്രമാണവചനങ്ങളെ പഠിച്ച് ഇത്തരം ഷർത്തുകളെ പഠിപ്പിച്ച് അതിനെ അറിയിച്ച് രചനകൾ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ ദഅവത്ത്, അതേപോലെ അവരുടെ താലീം, പഠിപ്പിക്കൽ, അതിനെ അവർ പിന്നെ ആ വിഷയത്തിൽ അവർ അധ്വാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ദീനിൽ നമുക്കെല്ലാം പാണ്ഡിത്യം നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.